Good morning, ma'am. Morning. Good morning, ma'am. Prayer ആരാണ്? ഞാൻ പഠിക്കോളൂ. നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. ശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും ശുദ്ധിയും വിശുദ്ധിയും ശുദ്ധിയും ഭക്തിയും വിവേകമേതയാ നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. താങ്ക് യു, മാം. Okay. Next quote of the day. ആരാണ് thought of the day പറയുന്നത്? അതില്ല. ഞാൻ പറയാം മാം. ഗുഡ് മോർണിംഗ്. Good morning. Morning friends. Thought of the day. Live as if you were to die tomorrow. Learn as if you were to live forever. Mahatma Gandhi. Thank you, ma'am. Very good. Sign in. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. നിങ്ങളുടെ ഒരു കടുത്ത ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം. ഇത് ബുദ്ധന്റെ വാക്കുകളാണ്. ഇനി ഞാൻ ഒരു കഥ പറയാം. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അവന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സായിരുന്നു അവന്റേത്. അതിനാൽ എല്ലാ ദിവസവും പുറത്തുപോയി ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവന്റെ ജീവിതം കടന്നുപോയത്. ഒരു ദിവസം ഒരു പണിയും കിട്ടാതെ വളരെ നിരാശനായി അവൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. എനിക്കിവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ? അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ 3 സഞ്ചികളുമായി നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, അതെ, ഞാനൊരു തൊഴിലാളിയാണ്. വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിൽ എത്തണം. എനിക്ക് 2 സഞ്ചികൾ സ്വയം ചുമക്കാൻ കഴിയും. എന്നാൽ മൂന്നാമത്തത് വളരെ ഭാരമുള്ളതാണ്. നിനക്കിത് ചുമക്കാമോ? കൂലിയായി നിനക്ക് 3 സ്വർണ്ണ നാണയം തരാം. അവൻ അത് സമ്മതിച്ചു. എന്നിട്ട് ആ സഞ്ചി എടുത്ത് നടക്കാൻ തുടങ്ങി. അവന് വളരെ ഭാരം അനുഭവപ്പെട്ടു. അവൻ വൃദ്ധനോട് പറഞ്ഞു, ഇത് വളരെ ഭാരമുള്ളതാണല്ലോ. എന്താണ് ഇതിൽ? വൃദ്ധൻ പറഞ്ഞു, അതിൽ മുഴുവൻ വെങ്കല നാണയങ്ങളാണ്. ഭാരം കൂടിയിട്ടും ആ യുവാവ് വൃദ്ധനോടൊപ്പം നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ വൃദ്ധൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഈ സഞ്ചിയും എടുത്തുകൊണ്ട് കടന്നു കളയുമെന്ന് ആ വൃദ്ധൻ കരുതുന്നുണ്ട്. മോഷണം, സത്യസന്ധതയില്ലായ്മ ഇവയൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വൃദ്ധനെ ഒരിക്കലും വഞ്ചിക്കാനും പോകുന്നില്ല. ന്യായമായി സമ്പാദിക്കുന്നതിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു നദിയുടെ അടുത്തെത്തി. യുവാവ് നദി മുറിച്ചു കടക്കാൻ വെള്ളത്തിലിറങ്ങി. എന്നാൽ വൃദ്ധൻ നദിക്കരയിൽ തന്നെ നിന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ വയസ്സായി. ഈ നദിയിലൂടെ എനിക്ക് 2 സഞ്ചികൾ കൊണ്ടുപോകാൻ കഴിയില്ല. ചിലപ്പോൾ ഞാൻ നദിയിൽ മുങ്ങിപ്പോയെന്നും വരാം. നിനക്ക് ഒരു സഞ്ചി കൂടി എടുക്കാമോ? കൂലിയെ കുറിച്ച് വിഷമിക്കേണ്ട. നിനക്ക് ഞാൻ 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി തരാം. അവൻ അത് സമ്മതിച്ചു. അവൻ ആ സഞ്ചി എടുക്കാൻ പോയപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? നീ ഇതും കൊണ്ട് ഓടിപ്പോകുമോ? യുവാവ് ചോദിച്ചു, ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത്?
വൃദ്ധൻ പറഞ്ഞു, ഈ കാലത്ത് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഈ സഞ്ചിയിൽ നിറയെ വെള്ളി നാണയങ്ങളാണ്. യുവാവ് പ്രതികരിച്ചു, ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ അല്ല. താങ്കൾ വിഷമിക്കേണ്ട, സഞ്ചി തരൂ, ഞാൻ ചുമന്നോളാം. അവൻ രണ്ടാമത്തെ സഞ്ചിയും എടുത്ത് നദി മുറിച്ചു കടന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ അവൻ ഒരു കുന്നിനടുത്തെത്തി. യുവാവ് കുന്നിന് മുകളിൽ കയറാൻ തുടങ്ങി, പക്ഷേ വൃദ്ധന് നടക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട യുവാവ് പറഞ്ഞു, വരൂ, എന്തിനാണ് അവിടെ നിൽക്കുന്നത്? വൃദ്ധൻ പറഞ്ഞു, പ്രായമായതിനാൽ എനിക്ക് അധികം നടക്കാൻ കഴിയില്ല. ഈ സഞ്ചിയുമായി കുന്നു കയറുക എന്നത് വളരെ പ്രയാസകരമാണ്. ആ യുവാവ് പറഞ്ഞു, സഞ്ചി തരൂ, അത് ഞാൻ ചുമന്നോളാം. വൃദ്ധൻ അല്പം മടിയോടെ പറഞ്ഞു, ഇതിൽ മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ്. അപ്പോൾ യുവാവ് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് താങ്കളോട് പറഞ്ഞതാണ്. വൃദ്ധൻ ആ സഞ്ചി യുവാവിന് നൽകി, എന്നിട്ട് പറഞ്ഞു, ഈ കുന്നിനപ്പുറമാണ് എന്റെ വീട്. നീ എന്റെ വീട്ടിൽ അല്പം വിശ്രമിച്ച ശേഷം പോയാൽ മതി. ഞാൻ പതിയെ വന്നോളാം. നീ ഈ കുന്നിനപ്പുറം ചെന്ന് നിൽക്കൂ. യുവാവ് ആ കുന്ന് കയറാൻ തുടങ്ങി. അവൻ കുന്നിന്റെ മറുവശത്തെത്തി വൃദ്ധനെ കാത്തിരിക്കാൻ തുടങ്ങി. ആ സമയം അവനൊന്ന് ചിന്തിച്ചു, ഈ 3 സഞ്ചികളുമായി ഞാൻ കടന്നു കഴിഞ്ഞാൽ ആ വൃദ്ധൻ എന്നെ പിടിക്കാൻ കഴിയില്ല. ഞാൻ എന്നേക്കുമായി ധനികനാകും. അയാൾ വളരെ വയസ്സനാണ്. ഇത്രയും പണം കൊണ്ട് അയാൾ എന്ത് ചെയ്യാനാണ്? അയാൾക്ക് നടക്കാനുള്ള ജീവൻ പോലും ഇല്ല. പക്ഷെ ഞാൻ ചെറുപ്പമാണ്. ഇത് കിട്ടിയാൽ ഞാൻ സമ്പന്നനാകും. അപ്പോൾ എനിക്ക് സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കാം. അപ്പോൾ എന്റെ ജീവിതം വളരെ എളുപ്പമാകും. അത്യാഗ്രഹത്താൽ അവൻ 3 സഞ്ചികളുമായി ഓടാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ അവന്റെ വീട്ടിലെത്തി. സഞ്ചികൾ തുറന്നു. അവൻ അത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സഞ്ചി നിറയെ ചെറിയ ചെറിയ കല്ലുകളാണ് ഉണ്ടായിരുന്നത്. സഞ്ചിക്കുള്ളിൽ ഒരു കടലാസ് കഷ്ണം അവൻ ശ്രദ്ധിച്ചു. അവൻ അത് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. എനിക്കിനി അധികം ആയുസില്ല. അതിനാൽ എന്റെ മകനായും പിൻഗാമിയായും ദത്തെടുക്കാനായി ഒരാളെ ഞാൻ തിരയുകയാണ്. നീ ഓടിപ്പോയില്ലെങ്കിൽ നിനക്ക് ആ വ്യക്തി ആകാമായിരുന്നു. ഇത് വായിച്ച യുവാവ് ഖേദവും പശ്ചാത്താപവും കൊണ്ട് തകർന്നു. നല്ല ചിന്തകൾ നമ്മളെ നന്മയിലേക്കും ദുഷിച്ച ചിന്തകൾ നമ്മളെ നാശത്തിലേക്കും നയിക്കും. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. സൈനിങ് ബൈ ഗീതു ഫ്രം ട്രിവാൻഡ്രം. സ്റ്റോപ്പ് പോലും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? Okay, very good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Morning. പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ക്ഷീണം ഇപ്പോഴും മാറിയില്ല മാം. ആണോ? നിങ്ങള് വീട്ടിലാണോ നാട്ടിലാണോ എവിടെയാണ്? ഹസ്ബൻഡിന്റെ വീട്ടിലാണോ? കടയിലാ മിസ്. എവിടെയാ? കടയില് പെരുന്നാൾ കഴിഞ്ഞാൽ കയറി. ഓക്കെ. എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു? മന്തി, ബിരിയാണി, ബിരിയാണി, ചിക്കൻ ഫ്രൈ, പുഡിംഗ് ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, അടപ്രഥമൻ ഉണ്ടാക്കി, പായസം. ഡ്രസ്സൊക്കെ എടുത്തോ? മൈലാഞ്ചിയൊക്കെ ഇട്ടോ? മൈലാഞ്ചി ഇട്ട് ഡ്രസ് എടുത്ത്. ഓക്കെ. അപ്പൊ കുട്ടികളെല്ലാരും വീട്ടിലുണ്ടാവല്ലോ, വെക്കേഷൻ ആയതുകൊണ്ടാണ്. 7 ദിവസം മദ്രസ ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റും. ഇനി 8-ാം തീയതി തുറന്നാ പിന്നെ എവിടെയും പോകാൻ പറ്റൂല. മദ്രസ ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് കറക്റ്റ് ഉണ്ട് ട്രാക്കിലാവാൻ പറ്റില്ല. ക്ലാസ് മക്കളുള്ളതുകൊണ്ടേ ബാക്കിന്നൊക്കെ ഒച്ചപ്പാടുണ്ടാവും. എല്ലാരും സുഖമായിരിക്കുന്നോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് പ്രോഗ്രാം വളരെ നന്നായിരുന്നു തന്നെ. ഞാനൊരു ഒപ്പന മാത്രമല്ല നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞോളൂ. പക്ഷെ 19 പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തത്. പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു 19. ആ, നല്ല ഭംഗിയായിട്ട് ചെയ്തൊന്നും പറയാനില്ല. അതിന് പ്രത്യേകിച്ച് പറയാനില്ല. അതൊന്നും നമുക്ക് പറയാത്തത്. താങ്ക് യു മാം. ഇത്ര എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്ത്. 2 ഒപ്പനകളും നല്ലായിരുന്നു. ഒരു ഒപ്പനയിൽ മണവാട്ടി ഉണ്ടായിരുന്നില്ല അല്ലെ? മറ്റതിലുണ്ടായിരുന്നു. മുന്നിൽ നന്നായിട്ട് ഒരുങ്ങി നല്ല ഭംഗിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. താല്പര്യമായിരുന്നു മുനീറ മണവാട്ടി എന്ന് പറഞ്ഞിട്ട്. ഒപ്പനയുടെ കാര്യം പറഞ്ഞതും തുടങ്ങിയതാണ് മുനീറ. ഞാനാണ് മണവാട്ടി. അതെ, ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കാണിച്ചു. ആ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ പാട്ടുകളും നല്ലായിരുന്നു. പാടാൻ അറിയാത്തവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതാണ് അതിന്റെ ഒരു മിടുക്ക് എന്ന് പറയുന്നത്. കാരണം എല്ലാവരെയും പോലെ എല്ലാവർക്കും പാടാൻ പറ്റുന്നതല്ലേ അല്ലേ? അതേപോലെ പക്ഷെ എല്ലാവരും
ലിറിക്സ് ഒക്കെ ഒപ്പിച്ച് നല്ല രീതിയിലാക്കി ഒന്നൊക്കെ പാടി. പിന്നെ അറബിയിലെ ഡാൻസ് നന്നായിരുന്നു, സോളോ പെർഫോമൻസ്. പിന്നെ ആരാണ്, ഞാൻ അറബിയുടെ ഡാൻസ് എന്ന് പറയുമ്പോൾ അറബി ഏതെങ്കിലും ക്ലാസിക്കൽ കളിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അറബി റംസാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ ആ ഒരു ടീം എടുത്തത്. പിന്നെ ആരാണ്, സിന്ധു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടല്ല, സിന്ധു. ഞാനാണ് മാം. അത് അർച്ചനയല്ലേ? അർച്ചനയാ മാം. സിന്ധു പറഞ്ഞു. പേരെന്താ ശരിക്കും? അർച്ചന. അർച്ചന. അന്ന് പാടിയതിൽ നല്ല രസമായിരുന്നു കേട്ടോ വോയിസ് കേൾക്കാനായിട്ട്. പാട്ട് ഞാൻ അന്ന് ക്ലാസ് കഴിയുന്നേക്കൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായില്ല, പറയുന്നുണ്ടായിരുന്നു ഞാൻ. ഞാൻ കേട്ടില്ലായിരുന്നു മാം. നല്ല ശബ്ദമാണ്. താങ്ക് യു മാം. പിന്നെ എന്താ പറയണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡിങ്സ് കാണുന്നായിരുന്നു കുറച്ചു നേരം. പിന്നെ ഓൺലൈനിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ, കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതൊക്കെ മറികടന്ന് നന്നായിട്ട് ചെയ്തു. എന്താണ് ഒരു എഫേർട്ട് എടുക്കുന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തോ പറയണമെന്ന് വിചാരിച്ചു. നമ്മുടെ MT8 ബാച്ച് തന്നെ നമുക്ക് അഭിമാനം. സമ്മാനദാനം. MT8 ബാച്ച് തന്നെ നമുക്ക് അഭിമാനം. അതെ ശരിയാണ്. ഈ നൗഫലയുടെ അർച്ചനയുടെ ശബ്ദം ഒരേപോലെ ഇരിക്കുകയാണല്ലോ. അതെ, എനിക്കിപ്പോ ജലദോഷമായിട്ടുണ്ട് മാം. അപ്പൊ കുറച്ച് അടഞ്ഞിട്ടുണ്ട് ശബ്ദം. അതായത് നൗഫലയുടെ എനിക്കിപ്പോ അത് തോന്നി ഞാൻ വർത്താനം പറഞ്ഞപ്പോഴ്. നൗഫല സംസാരിച്ചേ ഉണ്ടല്ലോ. കറക്റ്റ്. പിന്നെ എന്താണ്, പിന്നെ എന്തോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നത്. സമ്മാനം. സമ്മാനോ? പ്രോഗ്രാമിന്റെ സമ്മാനം. നിങ്ങൾക്ക് മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല സക്സസ്ഫുൾ ആയിട്ട്. സമ്മാനം നമ്മൾ മണവാട്ടിയാണ് മാം. മണവാട്ടിക്കാണ് സമ്മാനം കിട്ടാണ്ട് ധൃതി. അതെ, മണവാട്ടിക്കാണ് എല്ലാം വേണം. സമ്മാനം നമ്മൾ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അല്ല, അത് മറന്നുപോയത് ഓർമ്മിപ്പിച്ചതാ. ഞങ്ങളുടെ സ്നേഹമാണ് സമ്മാനം. ഞങ്ങൾ കുറെ കയ്യടികൾ തന്നില്ല, അതാണ് സമ്മാനം. ഓക്കെ. എന്നാലും മുനീറ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയല്ല. തന്നെയാണോ ഒരുങ്ങിയത്? ശരിയാണോ? അതെ. അന്ന് നോമ്പ് തുറയാണ് വീട്ടില്. ഇത് തുടങ്ങി എങ്ങനെങ്കിലും തീരണേ എന്നുള്ളത് ഒറ്റതില്ല കുത്തറിന്. പിന്നെ മൂപ്പര് കണ്ടിക്കില്ല, നോമ്പ് കാലല്ലേ, ഉള്ള മേക്കപ്പ് ഒക്കെ വാരിയിട്ട് ഞാനിങ്ങനെ റെഡി ആയി കുത്തിരിക്കുന്ന സമയത്താണ് മൂപ്പര് വരുന്നത്. ഒക്കെ വാരി പിടിച്ച് ഓടി അകത്ത് പറഞ്ഞു. പക്ഷെ മേക്കപ്പ് ഒന്നും ഇടരുത്, നോമ്പല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞതാ. അത് വിചാരിച്ചതിൽ കൂടുതൽ ഇടുകയും ചെയ്തു. ചീത്തയേക്കൂല. എന്തോ ഭാഗ്യത്തിനൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാനൊന്ന് മുഖം കാണിച്ച് ഒരൊറ്റ ചിരിയാ ഞാൻ കണ്ടേരം. അപ്പൊ നിങ്ങളുടെ ആ ആഘോഷം ആദ്യമായിട്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒപ്പനയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, മേഡമൊക്കെ അതാ പറയായിരുന്നു. സാറ് വന്നിട്ടുണ്ടായി. സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ പ്രോഗ്രാം. സാറ് രാവിലെ വന്നതിനോട് പറഞ്ഞേ, ടീച്ചറെ ഒരു ഒപ്പനയൊന്നും അല്ല കേട്ടോ, അവർ കുറെ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേടിയായി, എനിക്ക് ബുദ്ധിമുട്ടാവും ഇവിടെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ. പറഞ്ഞു, സാറേ ഞാനൊരു ഒപ്പന കളിക്കാൻ അവരോട് പറഞ്ഞോളൂ, അവർ ഇങ്ങനെ കാണിച്ചു എനിക്കറിയില്ലായിരുന്നു. അത് കുഴപ്പമില്ല ടീച്ചറെ, നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും MT8 അല്ലേ, എന്തെങ്കിലും വൈബ്രന്റ് പ്രോഗ്രാംസ് ആയിരിക്കുമല്ലോ. എനിക്ക് ആ ഒരു പേടി ഉണ്ടായി. ബാക്കി ടീച്ചേഴ്സ് ഒന്നും ആരും ഇതുപോലൊന്നും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അത്രയും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിയണവരെ. പിന്നെ പക്ഷെ അത് കുഴപ്പമില്ലാതെ തന്നെ പോയി. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ഫ്രീഡവും കൊണ്ടല്ല പ്രോഗ്രാമിന് കണ്ടക്ട് ചെയ്തത്. ഫീൽ ഫ്രീ ആയിരുന്നു. മിസ്സുമാരുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സമ്മാനം എന്ന് പറയുന്നത്. അത് ശരിയാ. അതെ മിസ്, എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഓക്കെ. അന്നേരത്തെ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോ അങ്ങനെ റംസാൻ ആഘോഷിക്കാന്ന് ചുമ്മാ അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു തോട്ടാണ്. പക്ഷെ സക്സസീവ് ആവുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു.
അപ്പൊ അത് അന്ന് നടത്തണമെന്നാണ് അല്ലെ, അതങ്ങനെ നടക്കണം എന്നായിരുന്നു. അതുകൊണ്ടാണ് നടന്നത് അങ്ങനെ വിചാരിക്കാം. Yes. മിസ് ഒരു പൂ ചോദിച്ചപ്പോ MT ആയിട്ട് ഒരു പൂക്കാലം തന്നെ തന്നില്ലേ? അതെ അതെ. ഓക്കെ, ഇനി മിസ് ചോദിക്കൂല. ഇനിയിപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാം ഇല്ല. ഇനി ഓണാവട്ടെ. വിഷു ഇല്ലേ? ഓ വിഷു തിരുവാതിര ഓണത്തിന്. ഓണത്തിന് നമുക്ക് ഓണക്കളിയോ കൈകൊട്ടിക്കളിയോ എന്തെങ്കിലും. ഓണമൊക്കെ ഓണത്തിന് എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തുടങ്ങി നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങും അല്ലെ? മുനീറ പോയെന്ന് തോന്നുന്നു. ഒരു ഇപ്പൊ പറഞ്ഞത് തീർച്ചയായിട്ട് ഞാനൊരുങ്ങാന്ന്. മുനീറ അടുത്തത് മുനീറ മാവേലി പോയെന്ന് വെച്ചു. തോന്നുന്നില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞത് സീസണായിട്ട് ഞാനൊരുങ്ങാന്ന്. ശരിയാണ്. പിന്നെ ആരാണ്? പിന്നെ അനുശ്രീത. അനുശ്രീ എന്നത് നന്നായിട്ട് പാടി. അനുശ്രീക്ക് പാട്ട് പഠിക്കുന്ന ആളാണോ? ആണെന്ന് തോന്നുന്നു അല്ലേ? ആ ആണെന്ന് മാം തോന്നുന്നു. പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ, നമുക്ക് യൂണിറ്റ് 16 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് മുമ്പ് എവിടെ വെച്ചാ നിർത്തിയത് നമ്മുടെ ചാപ്റ്റർ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ചെയ്തു. ഇനി ഇത് അടുത്ത അത് കംപ്ലീറ്റ് ആണ്. നമ്മൾ പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ. 16 തുടങ്ങാം. യൂണിറ്റ് 6 സൈക്കോളജി തുടങ്ങാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ. ഇതാരും എടുത്തിരുന്നോ? ഇല്ലല്ലോ, മിസ് കുറച്ച് തുടങ്ങി. കുറച്ച് തുടങ്ങി. അതായത് പറഞ്ഞായിരുന്നോ? കുറച്ച് കുറച്ച് സൈക്കോളജി എന്ന് പറയുന്ന ഹെഡിന്റെ അവിടെ നിന്ന് കുറച്ച് തുടങ്ങിയെന്നായിരുന്നു, പക്ഷെ പിന്നെ ആദ്യം തൊട്ട് തന്നെ എടുത്തു വെച്ച ക്ലിയർ ആവും മാം. അത് എന്താണ്? മാം എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ ഒന്നും കൂടി എടുത്തോ. ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു മാം. ആദ്യം മുതൽ എടുത്തോ ഒന്ന് ക്ലിയർ ആകുമായിരുന്നു. വരെ എടുത്തല്ലോ, അതാ ഇനി എടുക്കേണ്ടത്. എന്താണ്? ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി അവിടെ വരെയുള്ള എടുത്തതാ. സ്റ്റാർട്ടിങ് തൊട്ട് എടുക്കുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. നമുക്കത് എടുക്കണ്ടോ? ടീച്ചർ ആദ്യം മുതൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആദ്യം തൊട്ട് ടീച്ചറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല നമ്മള്, അതുകൊണ്ടാണ്. ടീച്ചർ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാനത് എടുക്കുന്നില്ല. എടുത്തോണ്ടിരിക്കുകയാണോ ടീച്ചർ? മാം മിസ് അത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ മിസ്സിന് അതിൻ്റെതായ ക്ലാസ്സുകൾ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറെ പെൻഡിങ്സ് ഉണ്ട് മിസ്സിന്റെ ക്ലാസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയതേ ഉള്ളൂ. ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജിയും കംപ്ലീറ്റ്ലി ആയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സൈക്കോളജി എന്താണെന്ന് മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. 13/1/25 അത് എടുത്തു തുടങ്ങിയത്. ഇതുവരെ അതിനകത്തേക്ക് പിന്നെ കൂടുതലൊന്നും പഠിപ്പിച്ചിട്ടില്ല അതിനകത്ത്. മാം ഒന്നും കൂടി പറഞ്ഞു തന്നാ നല്ലതായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. പിന്നെ ടീച്ചർ ബാക്കി എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. ഞാൻ എടുക്കുന്ന വേറെ ഒന്നുമല്ല, ഞാൻ എല്ലാ ക്ലാസ്സിലും ഫുൾ സൈക്കോളജി പോർഷൻസ് മാത്രം എടുക്കാറ്. അതുകൊണ്ട് അങ്ങനെ എടുത്തു നോക്കിയതാണ് കേട്ടോ. ടീച്ചർ എടുത്താൽ എനിക്കറിയാൻ പാടില്ലായിരുന്നു. കുഴപ്പമില്ല. യൂണിറ്റ് 6 ആരെടുത്താലും നിങ്ങൾക്ക് പഠിച്ചാൽ പോരെ അല്ലേ? ഓക്കെ, അബൌട്ട് സൈക്കോളജി. ഇവിടെ സൈക്കോളജിനെ കുറിച്ചുള്ള പറഞ്ഞു. ഇവിടെ ഒരു ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിരവധി ചിന്തകർ അല്ലെ, നിരവധി ഫിലോസഫേഴ്സ് എന്താണ്, ഇത് എന്താണ് സൈക്കോളജി, എന്താണ് മനഃശാസ്ത്രത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ അതിങ്ങനെ എന്തിനെ കുറിച്ചിട്ടാണെന്ന് നമുക്കൊരു ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞ എന്താണ്, സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് ഇതുവരെ വിട്ടുകിട്ടിയിട്ടുണ്ടോ? വിടുതലിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ മനസ്സ് അഥവാ മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഓരോ ഇത്തരത്തിലുള്ള ചിന്തകർ. ഒരുപാട് കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് തിയറീസ് ഒക്കെ നോക്കിയിട്ടാണ് ആ ഡെഫിനിഷൻസിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ചിന്തകർ ഇതിനെ കുറിച്ചിട്ടുള്ള പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യം കുറെ ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ കുറെ സയന്റിസ്റ്റുകൾ എന്താ പറഞ്ഞത്, ഇത് മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ്.
ഓരോന്നിങ്ങനെ കണക്ട് ചെയ്താണ് നമ്മൾ പറയുന്നത്. മൈൻഡിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. പിന്നെ കുറച്ച് പേര് അല്ല, പിന്നീട് അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് എന്താണ് ആ ഡെഫിനിഷൻസ് തിരുത്തലുകൾ ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനമല്ല എന്നുള്ളത് തിരുത്തി. പിന്നീട് അങ്ങോട്ട് പോകുമ്പോ എന്താണ് സോളിനെ കുറിച്ചുള്ള പഠനമാണ്, ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. അതിലും നിർത്തിയില്ല. അതും എന്താണ്, അത് ഒരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നില്ല, ഒരു കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് അവർക്ക് തോന്നുന്നില്ല. പിന്നീടും അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി എന്താണ് എങ്ങോട്ടേക്ക് എത്തി, ഇതെന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് പിന്നീട് ഒരു ലാസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ അവർ എന്താണ് കണ്ടെത്തുന്നത്, എന്തിനെ കുറിച്ചുള്ള പഠനം എന്നാണ് പറയുന്നത്, ഹ്യൂമൻ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യ പെരുമാറ്റങ്ങളെ കുറിച്ച് അല്ലെ. ഇതെല്ലാം കണക്റ്റഡ് ആണ്, മൈൻഡും സോളൊക്കെ കണക്റ്റഡ് ആണ്. എങ്കിലും കറക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോ സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ്. പിന്നെ ഒരു അവസാനമായിട്ട് കണ്ടെത്തിയ ഡെഫിനേഷൻസിൽ അവര് എന്താണ് അതിൽ എത്തിച്ചേരുന്നത്. മിക്ക സൈക്കോളജിസ്റ്റുകളും അംഗീകരിക്കുകയാണ്. പല സൈക്കോളജിസ്റ്റിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് ലാസ്റ്റ് ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് ആ ഡെഫിനേഷൻസിനോട് എല്ലാവരും ഒത്തുയോജിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ പുറം ഭാഗത്തുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മള് ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്രോ ആൻഡ് ക്രോ ഫസ്റ്റ് ചാപ്റ്ററില് ചൈൽഡ് സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻസ് അതെ മാം. പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്, പഠിച്ചു. അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് എനിക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം സൈക്കോളജിന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, എന്താണ് സൈക്കോളജിസ്റ്റ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ചുമുള്ള പഠനമാണെന്നാണ് അദ്ദേഹം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറയാൻ തുടങ്ങിയത്. എങ്കിലും എന്താണ് അതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞ എന്താണ് ഹ്യൂമൻ ബിഹേവിയർ തന്നെ അല്ലെ, മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനം എന്ന രീതിയിൽ തന്നെയാണ് മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ പല സൈക്കോളജിസ്റ്റുകളും ഇതേ ബിഹേവിയർ വെച്ചിട്ട് പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മെയിൻ കണ്ടന്റ് എന്തായിരിക്കും, പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ കഴമ്പ് എന്ന് പറയുമ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അതാണ് ഏറ്റവും അവസാനം എന്ന ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ സൈക്കോളജിയുടെ ഫാദർ ആരായിരിക്കും? ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഫാദർ, സൈക്കോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന ആരാണ്? ആർക്കെങ്കിലും അറിയാമോ? ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? നല്ല അടിപൊളി. എല്ലാ സൈക്കോളജിസ്റ്റിന്റെ പേര് എനിക്ക് തോന്നുന്നു വില്യം ബുണ്ടറ്റ് ആണ് ഫാദർ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബുണ്ടറ്റ് ആണ്. എഴുതി വെക്കണം എവിടെയെങ്കിലും. മാം സ്പെല്ലിംഗ് ഒന്ന് പറയോ? വില്യം അറിഞ്ഞോ, അതിന്റെ അടുത്തത് എന്താ സ്പെല്ലിംഗ്? WUNDT. WUNDT ബുണ്ടറ്റ്. WUNDT. മാം ഒന്ന് ടൈപ്പ് ചെയ്യാവോ? എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, കണ്ടോ? WUNDT ബുണ്ടറ്റ്. Okay. William യെസ്. ഇത് ഷംസ് എടുത്തിരുന്നപ്പോ പറഞ്ഞില്ലേ നിങ്ങളോട് ഫാദർ ആരാണെന്ന്? വിട്ടുപോയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ മറന്നായിട്ട്. മാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ മാം, അതിന് ടൈം കിട്ടിയില്ലല്ലോ മാമിന്, ഒത്തിരി തിരക്കല്ലേ.
വിൽഹം ഉണ്ടിറ്റ്. ഞാനത് ടെസ്റ്റ് ഞാൻ വേറൊരു കോച്ചോട് ഇങ്ങനെ വിൽഹം അല്ല, വില്യം. വില്യം വുണ്ടറ്റ്. ഞാൻ അതിനകത്ത് കിട്ടിയ എനിക്ക് സ്പെല്ലിംഗ് കിട്ടിയത് WILHELM വിൽഹം. പിന്നെ ഉണ്ടിറ്റ് WINDIT. WINDT. ഐ ഇല്ല, DT. വിൽഹം ഉണ്ടിറ്റ് 1832 to 1920 കാലയളവിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ജോളിയാണോ സംസാരിക്കുന്നത്? ആന്ന് മാം. ജോളി മറ്റേ റംസാന്റെ പ്രോഗ്രാമിലൊന്നും കണ്ടില്ലല്ലോ, ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് മാം, എനിക്ക് ടൈമില്ല മാം. ഞാൻ ഇത് മാത്രമല്ല, ഇത് മാത്രം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വേറെ മോണ്ടിസറി ഉണ്ട്, അബാക്കസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മൾട്ടി ടാസ്കർ ആണല്ലേ? മൾട്ടി ടാസ്കർ ആണ്. ഓക്കെ. ഇത് മാത്രമല്ല, ഒരു മിനിറ്റ് പോലും ടൈമില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ, എല്ലാ കാര്യങ്ങളും. ഞാൻ ചോദിച്ചത് അന്ന് കണ്ടില്ല, കുറെ എല്ലാരും മിക്കവരെയും കണ്ടെത്തിയുള്ളൂ. കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത്. അല്ല, ഞാന് എന്താ ഇതിന്റെ പ്രോഗ്രാം എനിക്ക് അറിയത്തില്ല, അതൊന്നും ചെയ്യുന്ന അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞാനാണ് ക്ലാസ്സിൽ കൊടുത്തത് ആക്ടിവിറ്റി കൊടുക്കുക. ക്ലാസ് ഉള്ള ടൈമിലല്ലേ തന്നത് തമന്ന? ഞാൻ അതെ അതെ, ക്ലാസ്സിലാണ് മാം പറഞ്ഞത്. ഞാൻ കൊടുത്ത വർക്ക്ഷീറ്റാണ് ചെയ്തത് കേട്ടോ. Okay, okay, yes. About psychology. The word psychology comes from the Greek word where psyche means soul and logo means science. Psychology എന്ന വാക്ക് എവിടെ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്? സൈറ്റിൽ നിന്നും ലോഗോസിൽ നിന്നുമാണ് സൈക്കോളജി എന്ന പേരുണ്ടായത്. സൈറ്റ് മീൻസ് സോൾ, ആത്മാവ്. ലോഗോസ് മീൻസ് സയൻസ്, ശാസ്ത്രം. അപ്പോൾ the meaning of psychology is science of soul. എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് സോൾ. ഏത് വാക്കിൽ നിന്നാണ്, ഏത് വേർഡിൽ നിന്നാണ് പറഞ്ഞത്? ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ്. സൈക്കും സോളും എപ്പോഴും ഓർത്ത് വെക്കുക. യെസ്. Modern theories and practice of education have been influenced by psychology. അപ്പോൾ സൈക്കോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഏത് തിയറീസ് ആണ്? മോഡേൺ തിയറീസ്. ആധുനിക തിയറീസ് ആണ് സൈക്കോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. And psychology likes several other branches of knowledge. സൈക്കോളജി എന്ന് പറയുന്നത് ഒരൊറ്റ സബ്ജക്റ്റ് ആണോ? ഒറ്റ സബ്ജക്റ്റ് ആണ് അല്ലെ? ഒറ്റ സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് ഒറ്റ സബ്ജക്റ്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ? അല്ല. യെസ്. അത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളൊരു ഇതാണ്, ബ്രാഞ്ചസ് ഉള്ളൊരു മേഖലയാണ് അല്ലെ? അത് നിരവധി സബ് ബ്രാഞ്ചസ് ഉണ്ട്, സബ് ബ്രാഞ്ചസ് ഉണ്ട്. അതിന്റെ കീഴിൽ ഓരോ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്താ സൈക്കോളജി എന്ന് പറയുന്നത്. Then psychology, like several other branches of knowledge, have a history of recent development. At present, it's a wing of knowledge which is fast developing. അതായത് ഒരു കാലഘട്ടം വരെ ഈ സൈക്കോളജി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പലരും ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ട് ഒരു ഡെഫിനീഷൻസിലേക്ക് എത്തിച്ചേരാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല. പല തിയറീസിന്റെ ബേസിലും പല പരീക്ഷണങ്ങളിലൂടെ നടത്തിയിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു കറക്റ്റ് ഒരു നിർവചനത്തിൽ എത്താൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് എന്താണ്, പഠനങ്ങൾ ഇങ്ങനെ നടത്തിയാണ് എന്താണ് ഒരു ഡെഫിനേഷൻസിലേക്ക് എത്തിച്ചേർന്നത്. എങ്കിലും ഇപ്പോഴും എന്താണ്, സൈക്കോളജിസ്റ്റുകൾ ഇപ്പോഴും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊരു ഡെഫിനേഷൻസിലേക്ക് എത്താനുമായിട്ടും എന്താണ് അവര് പഠനങ്ങൾ നടത്തുന്നുണ്ട്, എക്സ്പീരിയൻസുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രം എന്താണ്, ഓരോ ദിനം പ്രതി എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഓരോ നിമിഷം ദിനം പ്രതി എന്താണ് അതിൽ ഓരോ ഡെവലപ്മെന്റ്സുകൾ വന്ന് ഓരോ വികസനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് മോഡേൺ സൈക്കോളജി ഹാസ് ഇറ്റ്സ് ഡെവലപ്മെന്റ് ഫ്രം ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century. ഏതൊരു സമയത്താണ് ഇതിനൊരു ഡെവലപ്മെന്റ് സംഭവിച്ചത്? ഏതൊരു സമയത്താണ്? സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century. സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th centuryയിലാണ് മോഡേൺ സൈക്കോളജിയിൽ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടായത് അല്ലെ? പെട്ടെന്നാണ് ആ ഒരു വികസനം സംഭവിച്ചത്. Now it has different wings and many researchers and creations are still being in progress. എന്താണ് 19th centuryയിലാണ് അത് ഡെവലപ്മെന്റ്സ് ഉണ്ടായതെങ്കിലും ഇപ്പോ ഈ ഒരു കാലഘട്ടത്തില് now it has different wings. എന്താണ് ഡിഫറെന്റ് വിങ്സ് എന്ന് പറഞ്ഞാൽ?
ഡിഫറെന്റ് വിങ്സ് ആണ് അതിന്. പലതരത്തിലുള്ള ബ്രാഞ്ചസ് പോലെ. അതായത് അതിന്റെ ഇപ്പോ നിങ്ങളുടെ ഗവേഷണങ്ങളും സൃഷ്ടികളും എപ്പോഴും പുരോഗമിക്കും. ഇതെന്താണെന്ന് പഠിക്കാനൊക്കെ ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഒരു കാലത്തും നിൽക്കുന്നില്ല. പുതിയ പുതിയ പഠനങ്ങളിലൂടെ അതിങ്ങനെ എന്താണെന്ന് അതിനൊരു എന്താ പറയാ, നമ്മള് വിചാരിക്കുന്ന പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ല സൈക്കോളജി. വൈഡ് റേഞ്ച് ഓഫ് കോൺസെപ്റ്റ്സ് ആണ് അതിലുള്ളത്. അപ്പൊ അതാണ് അത് മാത്രം പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സൈക്കോളജി മാത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ചിന്താഗതികൾ നമ്മൾ സ്വയം രൂപപ്പെടും. അതാണ് ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു തിയറി പഠിക്കുകയായിരിക്കും, പക്ഷെ സ്വയം നമ്മൾക്ക് ആ തിയറി എന്തുകൊണ്ട് അങ്ങനെ വന്നുകൂടാ, അങ്ങനെ പല സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ എത്തിച്ചേരുന്ന ഒരു ശരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, മനസ്സ് എന്താണെന്ന് പറയാം. ഒരാളുടെ മനസ്സ് ശരിക്കും ഒരാൾക്കും ഞാൻ എന്താണ് ഇപ്പൊ എന്റെ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഞാൻ ചിലപ്പോ ഇങ്ങനെ ചിരിക്കുന്ന ഉള്ളിൽ ചിലപ്പോൾ ചിരിക്കായിരിക്കില്ല. അത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ? ഓക്കെ, അത് ഒരിക്കലും പിടിക്കാൻ പറ്റാത്തൊരു ഇതാണ്. പക്ഷെ ഇതിനെ കുറിച്ചുള്ള ഒരു പഠനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് നമുക്ക് ബിഹേവിയർ കാണാൻ പറ്റും, മനസ്സിനുള്ളിൽ എന്താണെന്ന് കാണാൻ പറ്റില്ല അല്ലെ? ഒരാൾ പെരുമാറുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ പറ്റില്ലേ, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലായത്, പുറമെ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും. ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ കൂടി പുറമെ ഇതാണ്, പുറമെ ഇതിന്റെ റിയാലിറ്റി, അതിന്റെ പ്രാക്ടിക്കൽ വശം നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത്, പുറമെ കാണിക്കുന്ന ഒരു സ്വഭാവത്തിലാണ്. ഞാനിങ്ങനെ ചിരിക്കുന്നു, ഞാൻ ചിരിക്കുകയാണെന്ന് നമുക്ക് നേരെ മനസ്സിലാവണം അല്ലെ? ഓക്കെ, അപ്പൊ പുറമേ കാണുന്ന ഒരു ബിഹേവിയർ അനുസരിച്ചിട്ടാണ് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആള് ആ പെർട്ടിക്കുലർ വ്യക്തി എന്താണ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ, It's a scientific study and behavior. And it's a mental process. എന്താണ് നമുക്കാണോ? അല്ലല്ല മാം, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. മാം മനസ്സിലാവുന്നോണ്ട് ചോദിച്ചുകൊണ്ട് മനസ്സിലാവുന്നെന്ന് ഇങ്ങനൊക്കെ മനസ്സിലായി എന്ന് കാണിച്ചു. എനിക്ക് മനസ്സിലായി. ജോലിക്ക് അറിയാൻ നിങ്ങൾക്ക് അറിയാം. ജോലി ഇത് എപ്പോഴാണ് അല്ലേ? അങ്ങനെ പറയാനില്ല, ദൈവം ഓരോ ദിവസവും എവിടാക്കി ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ജോലി എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അങ്ങനെയാണ്. അങ്ങനെയാണ്. ഞാൻ പഠിക്കുക അത് മാത്രമേ എനിക്ക് പറ്റൂ. അതെന്റെ ഒരു റിസർച്ചാ. ഇപ്പൊ സൈക്കോളജിയെ കിട്ടിയ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പോയിന്റ് പിടിച്ചോണ്ടിരിക്കത്തില്ല. ഞാൻ അതിനെപ്പറ്റി എന്തൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെല്ലാം ഞാൻ ചെയ്യും. അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ അതൊരു ഹാബിറ്റാ. അതേ പറ്റൂ എനിക്ക്. പഠിക്കുക, പഠിപ്പിക്കുക, വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല. അതെന്റെ ഒരു ഹാബിറ്റാ. മാം, ആ മോഡേൺ തിയറീസിന്റെ ഒന്ന് പറഞ്ഞില്ലേ, മോഡേൺ തിയറീസ്, അത് എനിക്ക് കട്ടായി പോയി. അതെന്താ സൈക്കോളജിയിൽ നിന്ന് വന്നത്? ആ മോഡേൺ തിയറീസിന്റെ എന്താ മാം പറഞ്ഞു? of education have been influenced by psychology. എന്താ പറയുന്നത്? മോഡേൺ തിയറീസ്. മോഡേൺ തിയറീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയൂ? എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഞാൻ പ്രാക്ടീസസ് ഓഫ് എഡ്യൂക്കേഷൻ, അവിടെ വരെ എന്താ മനസ്സിലായതെന്ന് പറഞ്ഞേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വിളിച്ചു. അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യുന്ന വെച്ചോണ്ട് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പോയി മാം പറഞ്ഞത്. ഞാൻ ജസ്റ്റില സംശയം ചോദിച്ചത്. ഒന്ന് വായിച്ചു നോക്കിയേ, ഇപ്പൊ മനസ്സിലാവും. ഒന്ന് വായിച്ചു നോക്കോ, ആ ഒരൊറ്റ സെന്റൻസ് മാത്രം. അതായത് വിദ്യാഭ്യാസത്തിന്റെ ആധുനിക സിദ്ധാന്തങ്ങൾ, മോഡേൺ തിയറീസുകളും പ്രയോഗങ്ങളും എന്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? സൈക്കോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ.
Psychology is usually defined as the study of human behavior. സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, മനുഷ്യരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഇത് സൈക്കോളജി എന്ന് പറയുന്നത്. അതാണ് ഒരു മെയിൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായ ഒരു ഡെഫിനേഷൻ അത് തന്നെയാണ് കേട്ടോ. അത് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ അത് പറയണം. സൈക്കോളജി എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എപ്പോഴും നിങ്ങൾ ടീച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. Some psychologists have gone a step forward. They say that psychology is the science of behavior and the cognitive process. ഇനി കുറച്ച് സൈക്കോളജിസ്റ്റ് കുറച്ചുകൂടി എന്താണ് വിശാലമായിട്ട് ചിന്തിക്കാൻ ശ്രദ്ധിച്ചു. അതായത് ഒരു പടി മുന്നേ എന്താണ് അവര് സൈക്കോളജിനെ കുറച്ചുകൂടി നമ്മൾ പറഞ്ഞില്ലേ, കണ്ടന്റ് മെയിൻ അത് തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തായിരിക്കും അവർ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ എന്താണ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? വൈജ്ഞാനികപരമായ ഒരു പ്രോസസ്സും കൂടിയാണ്. എന്താണ്? പറയൂ പറയൂ നിങ്ങൾ ശ്രമിക്കുക. വൈജ്ഞാനികപരമായ പ്രോസസ്സും കൂടിയാണ്. ബുദ്ധിപരമായ രീതിയിൽ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും. പറ, ശരിയാണെന്നുണ്ട്, പറഞ്ഞോളൂ. പെരുമാറ്റത്തെ കുറിച്ചുള്ള ശാസ്ത്രവും ബുദ്ധിപരമായ പ്രക്രിയയും കൂടി ചേർന്നു. യെസ്, വെരി ഗുഡ്. ഇതെന്താണ്? പെരുമാറ്റത്തെ കുറിച്ചുള്ള ഒരു ശാസ്ത്രവുമാണ്. എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ് കൂടി അതിലുണ്ടെന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് പ്രോസസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറീസ് പഠിച്ചവരല്ലേ നിങ്ങള്? അതിൽ നമ്മൾ എന്താ പഠിച്ചത്? അപ്പോ എന്താണ് നമ്മൾ പഠിച്ചത്? സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഇന്റലക്ച്വൽ സ്റ്റേജസ്, കോഗ്നിറ്റീവ് സ്റ്റേജസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് റിലേറ്റഡ് ആണ്? എന്തുമായി റിലേറ്റഡ്? നമ്മുടെ ബിഹേവിയറുമായിട്ട് നമ്മൾ പഠിച്ചു. 0 to 2 years ഇന്ന കാലഘട്ടം, 2 to 7, 2 to 3 years അങ്ങനെ പഠിച്ചില്ല? ഓർക്കുണ്ടോ ഓരോ സ്റ്റേജസ്? ഏതൊക്കെ സ്റ്റേജസ് ആണ് പഠിച്ചത്? മറന്നു കേട്ടാ. സെൻസറി മോട്ടോർ സ്റ്റേജ്, അതും എന്താണ് ഒരു കുട്ടിയുടെ ബിഹേവിയർ ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല ആക്റ്റീവ് സ്റ്റേജസ്. ഏതൊക്കെയായിരുന്നു ആക്റ്റീവ് സ്റ്റേജ്? ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക്. അല്ല, അത് ഓർഡറിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പറയണം. ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ആ സ്റ്റേജും ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ഒരാളുടെ പെരുമാറ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് അല്ലേ മൂന്നും? അല്ലേ? അതെ മാം. ഇന്ന് കാണുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഘട്ടമാണ് ആ 3 സ്റ്റേജിൽ പറയുന്നത്. ഇനി നമ്മൾ അതിൽ തന്നെ ഒരു തിയറി പഠിച്ചു. ഏത് തിയറിയാണ് പഠിച്ചത്? 4 സ്റ്റേജസ് ഉള്ള തിയറികള്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ 4 സ്റ്റേജ് പഠിച്ചു. ഏത് സ്റ്റേജ് ഒക്കെയായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ഏതാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ തേർഡ് സ്റ്റേജ് ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ലാസ്റ്റ് സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഈ 4 സ്റ്റേജസിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോരോ ഏതൊക്കെ ഏജസിൽ കുട്ടികളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ ലേൺ ചെയ്യുന്നു അല്ലെ? അത്തരം കാര്യങ്ങൾ അതിൽ പഠിച്ചത്. അതെ മാം, അതെന്നെ പഠിച്ചു. ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കാതെ മനസ്സിൽ പഠിച്ചു എന്റെ മനസ്സിലുണ്ട്, അങ്ങനെ വെക്കരുതട്ടോ. നമ്മൾക്ക് സ്കൂളിൽ പോയി അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമ്മള് ഈ സമയത്ത് ഈ കുട്ടികൾ ഈ ഏജിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു ടീച്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പൊ തിയറീസ് പഠിച്ച് മനസ്സിൽ വെക്കാനുള്ളതല്ല കേട്ടോ, അപ്ലൈ ചെയ്യാനുള്ളതാണ്.
അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് നോക്കുമ്പോ എന്താണ് കുറെ ശരിയാണ് അല്ലേ? സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് ആരാണ് സം സൈക്കോളജിസ്റ്റ്, മറ്റ് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ എന്താണ്? സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. സൈക്കോളജി എന്ന് പറഞ്ഞ എന്താണ്? അതൊരു ശാസ്ത്രമാണ് അല്ലെ? പെരുമാറ്റ ശാസ്ത്രവുമാണ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ് അല്ലെ? രണ്ടും റിലേറ്റഡ് ആണ്. ആ കോഗ്നിറ്റീവ് പ്രോസസ്, ഓരോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് അല്ലെ? വൈജ്ഞാനിക വികാസം സംഭവിക്കുമ്പോൾ അത് നമ്മളുടെ ബിഹേവിയറിനെയാണ് സ്വാധീനിക്കുന്നത് അല്ലെ? നമ്മുടെ ഓരോ ഡെവലപ്മെന്റ്, ഇപ്പൊ 0 to 2 years കഴിഞ്ഞാൽ നമ്മളിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ 2 വയസ്സ് കഴിയുമ്പോൾ എന്താണ് കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് 0 to 2 years കഴിഞ്ഞാൽ 2 to 2 വയസ്സ് 7 years pre-operational stage. 7 years വരെ എന്താണ് കുട്ടിയില് വേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പെരുമാറ്റങ്ങൾ ഒരുപാട് മാറും അല്ലെ? ആക്ടിവിറ്റീസ് ഓരോന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 to 11 years അല്ലെ? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ കുട്ടി എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ് ചിന്തിക്കുന്നു പറഞ്ഞത്? കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? ലോജിക്കൽ തിങ്കിങ്. ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് അർത്ഥമാർന്ന് ചിന്തിക്കുന്നു. അപ്പൊ കുട്ടിയിൽ ഉണ്ടാവുന്ന എന്താണ്? അങ്ങനെ ചിന്തിക്കുന്ന അനുസരിച്ച് അവന്റെ ബിഹേവിയർ തന്നെ മാറ്റങ്ങൾ വരുന്നു. ഓക്കെ, അപ്പൊ അതാണ് സൈക്കോളജി എന്നാണ് ചില സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത്. അത് ഡിപ്പെൻഡഡ് ആണ്, കോഗ്നിറ്റീവ് പ്രോസസ്സുമായി ഡിപ്പെൻഡഡ് ആണ് എന്താ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അല്ലേ? നമ്മുടെ പെരുമാറ്റം ഓരോ സ്റ്റേജസിൽ എങ്ങനെയാണെന്നുള്ളതാണ് ആ തിയറീസിൽ കംപ്ലീറ്റഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് നിങ്ങളൊരു 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമൊന്നും പഠിച്ചിരിക്കും. അല്ലാതെ വേറെ തിയറീസ് വരുന്നുണ്ട്. വളരെ രസകരമായിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. അതായത് എറിക് എച്ച് എലിസ് എന്നൊരു തിയറി ഉണ്ട്, നമുക്ക് ഡെവലപ്മെന്റൽ തിയറിയാണത്. അത് പഠിച്ചാലുള്ളൊരു കുഴപ്പമൊന്നുമല്ല, ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്നാണ്. കുഴപ്പമൊന്നുമല്ല, തിയറി പറയുന്നില്ല കേട്ടോ. അത് പഠിച്ചാൽ അദ്ദേഹം ഒരു 8 സ്റ്റേജസ് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിന്റെ 8 സ്റ്റേജസ് ആണ് എറിക് എച്ച് എലിസിന്റെ തിയറിയിൽ പറയുന്നത്. തിയറി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യണ്ട, അത് പഠിപ്പിച്ചു തരാം. അത് 8 സ്റ്റേജ് ഉണ്ട്. അപ്പൊ ആ 8 സ്റ്റേജ് എടുത്ത് നോക്കുമ്പോ നമ്മളിപ്പോ ഏത് സ്റ്റേജിലാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റേജ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്ന് കാണുമ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി. എനിക്ക് പഠിച്ചപ്പോ ഒരു വിഷമം തോന്നില്ല, ഞാൻ ഇപ്പൊ ഈ സ്റ്റേജിലായല്ലോ, ഇനി ഇത്രയും സ്റ്റേജും കൂടി ഉള്ളല്ലോ എന്ന് തോന്നൽ നമുക്ക് തോന്നും. അതാണ് ആ തിയറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആണ് എന്താ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഏജ് വെച്ച് നോക്കുമ്പോൾ കമന്ന എന്താണ് അങ്ങനെ ഇട്ടത്? അല്ല, ഇനി ഇത്രയും ബാക്കിയുള്ളൂ. ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൊന്നുമില്ല. ഞാൻ നമ്മുടെ മുനീറാനെ ഓർത്തത്. ആളാണെങ്കിൽ ഇങ്ങനെ സിന്ധിയുടെ ആശാട്ടിയാണ്. എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് പഠിക്കണോ നമുക്ക്? എന്നാലും അറിയണ്ടേ, നമുക്കറിയണ്ടേ നമ്മളിപ്പോ സ്റ്റേജിലേക്ക് നിൽക്കുന്നു എന്ന് അറിയണമല്ലോ. ഇത്രയും കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ടെൻഷൻ ശരിക്കും എനിക്കുണ്ട്. ടീച്ചർ ഇനിയിപ്പോ ആ തിയറിയും കൂടി പഠിപ്പിച്ചു. ടീച്ചർ ഇനി ഞാൻ എപ്പോഴാണ് പോണെന്ന് വിചാരിച്ചിരിക്കും അല്ലേ മുനീറ? അതെ, അത് ഇപ്പോഴേ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അദ്ദേഹം നോക്കൂ, അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നമ്മുടെ ഒരു ലൈഫിന് വെറും 8 സ്റ്റേജ് കൊണ്ടായിരുന്നു ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 8 സ്റ്റേജേ ഉള്ളൂ നമ്മുടെ ലൈഫിനാകെ. 8 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിലൊരു ചെറിയ ടെക്സ്റ്റ് ബുക്ക്, അതിലൊരു ചെറിയൊരു പേജിലാണ് ഇത്രയും കാര്യങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത്. 8 സ്റ്റേജിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ ലൈഫ് സ്റ്റേജിൽ എന്തൊക്കെ ചെയ്തു എന്നത് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വൈഫിന് പോലെ തോന്നും. അതേപോലെയാണ്. പേടിക്കൊന്നും വേണ്ടത്, അത് റിയാലിറ്റിയാണ് അല്ലെ? നമ്മൾ എന്തായാലും ജയിച്ചു, ഒരു ദിവസം മരിക്കും. അതെന്താ സത്യമായ ഒരു കാര്യം. ബാക്കി കുറച്ചേ ഉള്ളൂങ്കിൽ അടിപൊളിയായിട്ട് കഴിയാലോ. അത് നേരത്തെ അറിഞ്ഞ നല്ല കാര്യമായിരുന്നു. ബാക്കി അടിപൊളിയാക്കാലോ, പോയത് പോയി. അതെ, ഇപ്പൊ എൻജോയ് ചെയ്യണം കിട്ടുന്നത്. ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ എടുത്തപ്പോഴേ അവര് എന്നോടേക്ക് ഇത് പഠിപ്പിച്ചോടിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു വേണ്ട, എനിക്ക് ചിലപ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നും ചിലവർക്ക്. പക്ഷെ നമുക്ക് സൈക്കോളജി അല്ലേ, പഠിക്കാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തവര് ആ ക്ലാസ്സുകാരിൽ കുറെ തിയറീസ് അവർ എന്തെങ്കിലും വെറുതെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ടീച്ചർ ആ തിയറി എന്നൊന്ന് പറയുമെന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ പഠിച്ചിട്ട് തരാം. പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ടീച്ചറെ എനിക്കിനി പേടിയാവണെങ്കിൽ അതേ നാളെ എടുക്കാൻ നോക്കി പേടിയാവും.
ഞങ്ങൾ അങ്ങനെയല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ബാക്കി ഹാപ്പി ആയിട്ട് പോവാന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ തിയറി. നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ല മാ. പക്ഷെ പോകുമ്പോൾ പോകും. ഞാൻ പറയട്ടെ, ഈ തിയറി അറിഞ്ഞിരുന്നാല് ഇനി ഇത്ര സമയമുണ്ട്, ഇത്ര സമയത്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് മൊമെന്റ്സ് ഉണ്ടാക്കിയിരിക്കാന്ന് നമുക്ക് ചിന്തിച്ചൂടെ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ? കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നല്ലോ. ആ ഒരു സമയം എനിക്കുണ്ട്, അതുവരെ ഞാൻ ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ പോയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പോസിറ്റീവായിട്ട് എടുക്കുക. എന്നാലും ഇടക്ക് കയറി നെഗറ്റീവ് വരും. എന്താണ് മുനീറ? എന്നാലും ഇടക്ക് കയറി നെഗറ്റീവ് വരും എന്നറിയാം. മുനീറ മോണ്ടിസോറി കഴിയുമ്പോഴേക്ക് നെഗറ്റീവ് ഒക്കെ മുനീറിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ, മാറ്റിയെടുക്കണം. ഓക്കെ, യെസ്. പിന്നെന്താണ്? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം എത്രയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു ലൈഫിനെ 8 സ്റ്റേജുകളായിട്ട് ചുരുക്കിയത്, അല്ലെ? എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാവും. ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ കലകളൊന്നും നമ്മൾ ആലോചിച്ച് വെക്കൂ. അവര് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആ തിയറീസ് വായിച്ചു നോക്കുമ്പോൾ അറിയാം, അതേ ഘട്ടങ്ങളിലൂടെ ഏകദേശം സെയിം ആണ് എല്ലാ ഘട്ടങ്ങളും. ഓക്കെ, പക്ഷെ അതിലെ സ്റ്റേജ് പറയുമ്പോൾ ഒരു 65 വയസ്സ് വരെ സ്റ്റേജ് പറയുന്നുള്ളൂ. 65 വയസ്സ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ലൈഫിന്റെ അകത്തേക്ക് ഒരു ചെറിയൊരു കാര്യം വെച്ചിട്ടുള്ള സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെയും ലൈഫ് അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരുവിധം പേരെ കണ്ടിടത്തോളം കാലം, അതായത് 60 വയസ്സിന് മേലുള്ളവരുടെ ജീവിതം നോക്കുവാണെങ്കിൽ അതിനും പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ ആ സ്റ്റേജസ് ഇവിടെ പഠിപ്പിക്കാൻ കേട്ടോ. ഇപ്പല്ല, ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല. നമ്മുടെ മാം ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങളുടെ മനസ്സിനകത്ത് പ്രതീക്ഷ വെച്ചോണ്ടിരിക്കാതെ തുറന്നു പറയുമ്പോ ഞങ്ങളത് കേട്ടിട്ടൊന്ന് ആശ്വസിക്കട്ടെ. എനിക്ക് കേൾക്കണ്ട മാം നമ്മുടെ അഞ്ചാമത്തെ എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നമ്മുടെ 5ാമത്തെ ഇതിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കുറച്ചുപേര് 5ാമത്തേലാണ്, കുറച്ചുപേര് 5ാമത് കഴിഞ്ഞു, കുറച്ചുപേര് ചിലപ്പോൾ 4-ലായിരിക്കും നിൽക്കുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ രജനീന്റെ ഒരു പാട്ടുണ്ട് മാം, ഭാഷാ പടത്തിലൊരു പാട്ടുണ്ട്. അതില് ആ 8 സ്റ്റേജസും ആ പാട്ടിൽ വരും. ആദ്യത്തെ സ്റ്റേജ് കളിക്കുന്ന പ്രായം, 2ാമത്തെ സ്റ്റേജ് പഠിക്കുന്ന പ്രായം, അങ്ങനെ വെച്ചിട്ട് ഒരു പാട്ടുണ്ട്. ഐ തിങ്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 5ാമത്തെ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. പാട്ടൊന്നും പാടി. അത് അതിന്റെ ചരണം തൊട്ട് ഞാൻ പാടാം. முதல் 8ல் ஆடாதது விளையாட்டல்ல, நீ 2ஆம் 8ல் கல்லாதது கல்வியும் அல்ல, 3ஆம் 8ல் செய்யாதது திருமணம் அல்ல, நீ 4ஆம் 8ல் பெறாதது குழந்தையும் அல்ல. അങ്ങനെ ഒരു അടുത്ത ചരണത്തില് 5ஆம் 8ல் சேர்க்காதது செல்வமும் அல்ல, நீ 6ஆம் 8ல் சுற்றாதது உலகமும் அல்ல, 7ஆம் 8ல் காணாதது ஓய்வும் அல்ல, நீ 8ஆம் 8 மேல இருந்தால் நிம்மதி இல்லை. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. കല്യാണത്തിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അതന്നെ നീ അത് വിട്, അത് കഴിഞ്ഞ്. ഓക്കെ, യെസ്. ഒരു ഡെഫിനേഷനിൽ നിന്നാണ് നമ്മൾ ഇവിടം വരെ സംസാരിച്ചതെന്ന് മനസ്സിലായില്ലേ? ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്ട് കൺഫ്യൂഷനിൽ കൊണ്ടുവച്ചു മാം. ആ സ്റ്റേജ് പറഞ്ഞില്ല. നിങ്ങൾ ചിന്തിക്കൂ, വൈബ്രന്റ് ആയിട്ട് ചിന്തിക്കൂ. മാം കുയിലൊക്കെ കാല് വെച്ച് നിൽക്കുന്ന അവസ്ഥയൊന്നല്ലല്ലോ, ആ സ്റ്റേജ് അല്ലല്ലോ ഇങ്ങനെ പറയണത്. മാം പറയാൻ വെക്കുന്നതിനെ കൊണ്ടൊരു പേടി. മുന്നോട്ട് കിടക്കാണ് ലൈഫ്, അങ്ങനെ വിചാരിക്കുക. ഏത് സ്റ്റേജും വന്നോട്ടെ, അത് നമ്മൾ കടക്കും എന്ന് വിചാരിക്കോ? അതല്ല വേണ്ടത്. അങ്ങനെ ഒരു സ്റ്റേജ് എല്ലാവർക്കും ദൈവം വെച്ചിട്ടുള്ളതല്ലേ. ഒരു നാൾ എല്ലാരും പോയല്ലേ പറ്റൂ. അതെ 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 അതെ, നമ്മളെല്ലാവരും ഈ സ്റ്റേജിലേക്ക് പോകണം. ഒരാളും ആ സ്റ്റേജ് കവർ ചെയ്തിട്ട് പോകാൻ ആരും വിചാരിക്കണ്ട, അല്ലെ? എല്ലാവരും സ്റ്റേജ് അതേ കവറിംഗിലേക്ക് പോകും. എല്ലാവർക്കും പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ പോയേ പറ്റൂ. പോകത്തില്ലെന്ന് ആരും പറയാൻ ഒക്കത്തില്ല. അങ്ങ് പോവും. അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു ചിന്തയില്ല മാമില്ല. ദൈവം വിളിക്കുമ്പോ ദാ അടക്കുന്ന ആരുടെ കൈ പുറത്തോട്ടിട്ട് പോയെന്ന് ശാസ്ത്രജ്ഞനും കണ്ട് ഞാൻ സമ്പാദിച്ചല്ല. ഇവിടെ കൈ പുറത്തോട്ടിട്ട് പോയെന്ന് ഞങ്ങൾക്ക്
വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങ് പോകും. ഇതൊക്കെയല്ല. അതാരാ അലക്സാണ്ടർ ചക്രവർത്തി അല്ലേ? ഞാൻ പോയിക്കൊന്ന് കൊണ്ടുപോകാന്ന് അതെ പറഞ്ഞു അതെ പോയത്. അതെ അതെ അതുപോലെ അങ്ങ് പോകും. അതൊന്നും ഞങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നില്ല. വിഷമത്തോട് പോകണ്ടല്ലോ, സന്തോഷത്തോട് പോകാമല്ലോ. Yes. Those who work in the field of education are concerned with education psychology, which is the application of psychological principles to education. It can be called applied psychology. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്ലൈഡ് സൈക്കോളജി എന്താണ്? നമ്മൾ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞു സൈക്കോളജിക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്. അതിലൊരു ബ്രാഞ്ച് ആണ് അപ്ലൈഡ് സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, അങ്ങനെ പലതരത്തിൽ അതിന്റെ ബ്രാഞ്ചസ് പോകുന്നുണ്ട്. അപ്പൊ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അപ്ലൈഡ് എഡ്യൂക്കേഷനില് വിദ്യാഭ്യാസ രംഗത്ത് സൈക്കോളജിയിലെ ആപ്ലിക്കേഷൻ വരുമ്പോ അല്ലേ? അതാണോ മാം? ടീച്ചേഴ്സ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലെ? സൈക്കോളജി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്ലൈ ചെയ്യാൻ. മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ, പ്രത്യേകിച്ച് അതായത് നമ്മളൊരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വിദ്യാഭ്യാസ രംഗത്ത്, അതായത് ആ തിയറീസ് സൈക്കോളജി അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്താണ് രണ്ടും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അതിനകത്ത് നമ്മൾ വരും എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. 7th ചാപ്റ്റർ എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? The field of education are concerned with the education psychology, which is the application of psychological principles to education. അപ്പൊ സൈക്കോളജിയിലുള്ള പ്രിൻസിപ്പിൾസ് അല്ലെ, തത്വങ്ങൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്? നമ്മള് എന്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെ, എഡ്യൂക്കേഷൻ തിയറീസിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് പഠനം സാധ്യമാക്കുന്നത്. അതിനെയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷന് സൈക്കോളജിയുടെ ആവശ്യമുണ്ടോ ശരിക്കും? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉണ്ട് മാം. ഞാനിപ്പം ഞാൻ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ബോയ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ കയറിയ സമയമാണ്. അപ്പൊ എല്ലാവരുമായിട്ട് ഞാനും കോളേജ് പഠിച്ചിറങ്ങിയ സമയം അപ്പൊ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവിയർ ചെയ്യുമ്പോൾ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, മിസ് ഒന്നും വിചാരിക്കരുത്, മിസ് ഇങ്ങനെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാരും അതുപോലെ ആയിരിക്കില്ല കരുതുന്നുണ്ടാവുക. എല്ലാ ബോയ്സിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നമ്മുടെ കുട്ടികളുമായിട്ടാണ് കാണുക. പക്ഷെങ്കിൽ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ സൈക്കോളജി പഠിച്ചാലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ ജസ്റ്റ് PG കഴിഞ്ഞ് പഠിപ്പിക്കാൻ കയറിയ പാടാണ്. അപ്പൊ എന്നോട് അന്ന് മുതലേ ഞാൻ കുട്ടികളുടെ മുഖം നോക്കാൻ തുടങ്ങി. നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ എങ്ങോട്ടേക്കാണെന്നുള്ളത്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലാണോ, അവരെന്താ ശ്രദ്ധിക്കുന്നതെന്നുള്ളത് അന്ന് മുതലാണ് ഞാൻ ശരിക്കും നോക്കാൻ തുടങ്ങിയത്. എന്നാലും എനിക്ക് മനസ്സിലായി. +1 +2 NIOS ആണ്. അപ്പൊ അന്നേരം മുതലാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് നമ്മളെ മുമ്പിലുള്ള കുട്ടികളെല്ലാരും ഒരുപോലെ അല്ല എന്നുള്ളത്. അപ്പൊ അന്ന് മുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് സൈക്കോളജി പഠിക്കണം നമ്മൾ, എന്നാലും മാത്രമേ നമുക്ക് കുട്ടികളുടെ ബിഹേവിയറും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, ഓക്കെ. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് ഏറ്റവും കൂടുതൽ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ടത്. അത് പഠിച്ചിട്ട് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ചൈൽഡ് സൈക്കോളജി എന്ന കോൺസെപ്റ്റ് ഉണ്ട്, തിയറീസ് ഉണ്ട്. ചൈൽഡ് സൈക്കോളജി എല്ലാ അധ്യാപകരും അറിഞ്ഞിരിക്കണം. അതായത് കുട്ടികളുടെ മൈൻഡ് എങ്ങനെ എവിടെ എങ്ങനെ എപ്പോ എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അത് ക്യാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്ന് പഠിച്ചിരിക്കണം. അതിന് മുമ്പ് എന്താണ് സൈക്കോളജി എന്ന് പറയണം അല്ലെ, എന്താണ് സൈക്കോളജി എന്ന് മനസ്സിലാക്കണം. യെസ്, it can be called applied psychology. All the teachers, ഇവിടെ പറയുന്നുണ്ടോ, all the teachers learn education psychology as a part of their training course. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട്, ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തായാലും എഡ്യൂക്കേഷൻ സൈക്കോളജിനെ കുറിച്ചിട്ട് പഠിച്ചു. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതെങ്ങനെ കുട്ടികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അത് നമ്മൾക്ക് ടീച്ചേഴ്സിന് നമുക്ക് എത്രത്തോളം, ഏറ്റവും കൂടുതൽ നമ്മൾക്കാണത് എഡ്യൂക്കേഷൻ സൈക്കോളജി കുട്ടികളെക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ടീച്ചറിനാണ്. നമ്മൾക്ക് നമ്മളിൽ തന്നെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും നമുക്ക്
ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാനൊക്കെ നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നതിലൂടെ സാധ്യമാക്കാൻ പറ്റും. അതിന് മാത്രമായിട്ട് നമുക്ക് 7th ചാപ്റ്റർ അതിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് തുടർന്ന് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം സൈക്കോളജിയിലെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഓരോ ലൈഫ്, ഒരു ദിവസം തോറും എന്താണ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മനസ്സ് ഇന്ന് ഇപ്പൊ ഒരു കുറച്ച് സമയം, ഇപ്പൊ 12:35 കഴിഞ്ഞാൽ ഒരേ മൈൻഡ് തന്നെ ആയിരിക്കും നമുക്ക് ഒരു 1 മണി വരെ ആയിരിക്കോ? അല്ല. ഇല്ല, ഇന്നത്തെ ദിവസം എങ്ങനെയാണോ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള മൈൻഡായി അല്ലെ? നല്ല ആൾക്കാരോടാണ് ഞാൻ പറയണം. അങ്ങനെയാണോ പറഞ്ഞത്? നമ്മളുടെ ഇപ്പൊ ചിന്തിക്കുന്ന കാര്യമല്ല, 15 സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ മനസ്സിൽ മാറിക്കൊണ്ടിരിക്കും അല്ലെ? ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു, ചിലപ്പോ വേറെ എന്തോ ലോകത്ത് പോകും. പിന്നെ നമ്മള് ഒരേ സമയം വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പല സ്ഥലത്തേക്കും ഡൈവേഴ്സ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും അല്ലെ? ചിലപ്പോ വെറുതെ ഇരിക്കുകയായിരിക്കും, ചിലപ്പോ TV ആണെങ്കിൽ, പക്ഷെ നമ്മൾ TV കാണുന്നുണ്ടാവില്ല. TV-യിൽ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, പാട്ട് ചിലപ്പോ കാണുന്നുണ്ടാവില്ല, അതിലായിട്ട് നോക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എവിടെയായിരിക്കും? നമ്മൾ ഒരു ചിലപ്പോ ലോകം കംപ്ലീറ്റ് ചുറ്റി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക്. അതുപോലെ ചിന്തിക്കാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ മനസ്സിന് അല്ലെ? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ പിച്ചാക്കില്ലാത്തൊരു, എന്താ പറയാ, അതിന് പ്രത്യേകിച്ച് ഒരു നിർവചനം പറയാനില്ല. അപ്പൊ അതിനെ നിർവചിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണോ മാം ആരെയും ഇപ്പൊ വിളിച്ചോ? ഇല്ല, തോന്നിയതാണ്. കണ്ടോ? അപ്പൊ എന്റെ തോന്നലാണ്. നമുക്കിങ്ങനെ പല തോന്നലുകൾ തോന്നും, പല രീതിയിൽ ചിന്തിക്കാൻ തോന്നും. ചിലപ്പോ ഇപ്പൊ നമ്മള് പല്ല് പിടിക്കാൻ പറയലോ, അപ്പൊ എന്തിനാ നോക്കിയിട്ട് ചേട്ടൻ എന്താണ് നിന്നോട് സ്നേഹമില്ല, പുള്ളിയുടെ മനസ്സിൽ നല്ല സ്നേഹമായിരിക്കും ചിലപ്പോ അല്ലെ? പുള്ളി ചിലപ്പോ നോക്കി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്തു എന്നോട് സ്നേഹം കുറവാണ്, അതെ ഉറപ്പാണ് എന്നോട് സ്നേഹം ഇല്ല എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതെന്താണ്? മനസ്സാണ് അത് ചെയ്യുന്നത് അല്ലെ? ആള് പക്ഷെ പാവം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ആള് വെറുതെ അവരവരുടെ ജോലിക്ക് പോയി തിരിച്ചു ജോലി തിരക്കിലായിരിക്കും. നമ്മൾ ആരാ മക്കള് അല്ലെ? അതെ അതെ അതെ, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മനസ്സിനെ കുറിച്ച് പഠിക്കുക. എന്താണ് മനസ്സ്, അത് എങ്ങനെ കൺട്രോൾഡ് ആയിട്ട് പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഏകദേശം സൈക്കോളജി കംപ്ലീറ്റ് ചാപ്റ്ററുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ കിട്ടും. ഓക്കെ, എന്നിട്ട് അത് വീട്ടിലും സ്കൂളിലും കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. യെസ്, നിർത്താൻ നമുക്ക് ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ പ്ലീസ് പറഞ്ഞോളാം. ഓക്കെ ഓക്കെ മാം. മാം തന്നെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു മാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഇല്ല? ഉണ്ട് മാം, ഉണ്ട് ഞാൻ പറയാം. പറയുന്നവരല്ലേ? ഓക്കെ ഓക്കെ, പറഞ്ഞു. ജോളി ചേച്ചി പറഞ്ഞു. ആരാച്ചു പറഞ്ഞോളൂ. ഇപ്പൊ മാം സൈക്കോളജി പഠിപ്പിച്ചപ്പോ ഞാൻ ആരും അനങ്ങാതിരുന്നപ്പോ അതെന്നാ സൈക്കോളജി ചുമ്മാ ഒരു പോയിന്റ് പറയാന്ന് വിചാരിച്ചതാ. പ്രോഗ്രാം അവോയ്ഡ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ആരും പറയുന്നെങ്കിൽ പറഞ്ഞോ. Respected ma'am and all the class students, today we are going to psychology and the psychologists, difference between psychology and psychologists. Psychology is the field of study, while psychologist is a professional who applies that knowledge. Psychology focus on understanding human behavior, whereas psychologist uses that understanding to help individuals or groups. 2 points. Thank you, thank you. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.